ഹലോ എല്ലാവർക്കും ഏറ്റവും പുതിയ മൂവി റിവ്യൂലേക്ക് സാധാരണ നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നൊരു ഹിന്ദി മൂവിയാണ്. ഇദ്ദേഹത്തിൻ്റെ പേര് കിൽ എന്നാണ് മൂവിയുടെ പേര്. അപ്പോൾ കില്ലിനെ കുറിച്ച് പറയുമ്പോൾ എന്താണ് കിൽ? കൊലപാതകത്തോടെ ഒരു കൊലപാതകം തന്നെയാണ് നടന്നിട്ടുള്ളത്. കാരണം കാണുന്ന പ്രേക്ഷകർക്കും ഞെട്ടിച്ചരിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് കില്ലിന് സംഭവിച്ചിട്ടുള്ളത്. കാരണം കൊലകൊല്ലി ഐറ്റം വേണമെങ്കിൽ ഒറ്റ വാക്കിൽ പറയാൻ സാധിക്കും എസ്പെഷ്യലി. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി പറയുമ്പോൾ നിഖിൽ രാകേഷ് ഭട്ടാണ് ഇതിൻ്റെ ഡയറക്ഷൻ സ്ക്രീൻ പ്ലേ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ കാശ് നോക്കിക്കഴിഞ്ഞാൽ ആശിഷ് വിദ്യാർത്ഥി, ലക്ഷ്യ, അതുപോലെ തന്നെ രാഘവ് തുടങ്ങിയവരൊക്കെ പ്രധാനമായും കാശിങ്ങായി വന്നിട്ടുള്ളത്. ബാക്കി ഒരുപാട് വ്യക്തികളുണ്ട്, ട്രെയിനിലായതുകൊണ്ട് തന്നെ ഒരുപാട് വ്യക്തികളുണ്ട്. കാരണം പലരും പേര് കൊടുത്തിട്ടില്ല. ഇവിടുത്തെ പേര് ഇത്രയും നമ്മൾ ഡീറ്റെയിൽ ആയതുകൊണ്ട് തന്നെയാണ്. കാരണം നമ്മൾ കണ്ടിട്ടുള്ള പുതുമോ താരങ്ങളൊക്കെ തന്നെ പേര് അങ്ങോട്ട് ഓർത്ത് വെക്കുന്നത് കൊണ്ടാണ് ആരുടെ പേരും ഡീറ്റെയിൽ ആയി എടുത്ത് പറയാത്തത്. അപ്പോൾ കില്ലിനെ കുറിച്ച് പറയുമ്പോൾ കില്ലൊരു ആക്ഷൻ എന്താ പറയുക, ഒരു ത്രില്ലർ മൂവിയാണെന്ന് പറയാൻ സാധിക്കും. കാരണം വയലൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് നല്ല എലിമെൻസ് ഉള്ള ഒരു കയ്യടിച്ച് ഇറങ്ങി പോരാവുന്ന അനുഭവം തന്നെയായിരിക്കും കില്ലിനെ കുറിച്ച് ഒറ്റ വാക്കിൽ പറയാൻ സാധിക്കുള്ളൂ. അതുപോലെ ചോരയ്ക്ക് ഭയമുള്ളവർക്കാണ് തീർച്ചയായിട്ടും ആ വഴിക്ക് പോകാണ്ടിരിക്കുന്നത് നല്ലത്. കാരണം അതിഗംഭീരമായിട്ടുള്ള അതിപ്രസരമായിട്ടുള്ള വയലൻസ് ഒക്കെ ഇത്തരത്തിലുണ്ട് കില്ലിനെ കുറിച്ച് പറയാച്ചെങ്കിൽ. അപ്പോൾ കില്ലിൽ നമ്മുടെ കഥാനായകൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം ഒരു മിലിറ്ററി ഓഫീസറായിട്ടാണ് അദ്ദേഹം വന്നിട്ടുള്ളത്, കമാൻഡോ ഓഫീസറായിട്ട്. അപ്പോൾ തുടക്കം തന്നെ ഇതൊന്ന് കാശ്മീരായി കാണിക്കുന്നു തോന്നുന്നു. അവിടുത്തെ ചെറിയ പ്രശ്നങ്ങൾ നടക്കുന്നു. നമ്മുടെ നായിക ഫോൺ ചെയ്യുന്നു, അങ്ങനെ അവരെ കല്യാണം നടത്തുന്നു. അങ്ങനെ ഒരു ഫാമിലി ആയിട്ട് ഒരു ട്രെയിനിലേക്ക് യാത്ര ചെയ്യുന്നു. അതാണ് കില്ലിൻ്റെ ഒരു ഫസ്റ്റ് ലൈനായിട്ട് പറയാനുള്ളത്. അങ്ങനെയൊക്കെ ആ ട്രെയിൻ ഹൈജാക്ക് ചെയ്യുന്നു. പിന്നീട് നടക്കുന്ന പ്രശ്നങ്ങളൊക്കെയാണ് മുന്നോട്ട് പോകാൻ ശ്രമിച്ചിട്ടുള്ളത്. ആ ഹൈജാക്ക് അടങ്ങുന്ന സ്ഥലത്ത് ഒരുപാട് മോഷണങ്ങൾ നടക്കുന്നു. ഇവിടുന്ന് ഒരാൾ പ്ലാൻ ചെയ്യാണ്, എന്താണ് വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് പേരെ കൊല ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ നായകനും കൂട്ടുകാരും നായകൻ്റെ ഫാമിലിയൊക്കെ എത്തിപ്പെടുന്നുണ്ട്. പിന്നീട് അവരതിനെ രക്ഷപ്പെടുത്തുമ്പോൾ അവർ അതിജീവിക്കുന്ന കില്ലിനെ കുറിച്ച് പറയാൻ സാധിക്കുള്ളൂ. ഫസ്റ്റ് ഹാഫിൽ അത്യാവശ്യം ഒരു ആക്ഷൻ സീക്വൻസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. എക്സ്പ്രഷൻസിലെ ആക്ഷൻസ് എടുത്ത് പറയണം. പ്രകടനം കൊണ്ടാണെങ്കിൽ പോലും നായകൻ്റെ ഇമോഷൻസും അതുപോലെ തന്നെ എന്താ പറയുക ഒരു ആക്ഷൻ സീക്വൻസും പോലെ ഡബ്ബിങ്ങും കാര്യങ്ങളൊക്കെ ഓക്കെ ലെവൽ തന്നെയായിരുന്നു. കാരണം പ്രകടനം ഇമോഷൻസ് മാത്രമല്ല, കാരണം ബാക്കിയുള്ള ലവ് സീൻസ് ആണെങ്കിലും പാട്ടുകളൊക്കെ ആണെങ്കിലും ഫസ്റ്റ് ഹാഫിൽ മികച്ചാക്കി നിന്നു. കുറച്ച് ഒരു ടച്ചോട് കൂടി അല്ലെങ്കിൽ ഒരു കോരി തെറിപ്പിക്കുന്ന സീനോട് കൂടി തന്നെയാണ് പല സീൻസ് നമ്മൾ കൈയടിക്കേണ്ട സീൻസൊക്കെ പലതിലും ആക്ഷൻ സീക്വൻസ് ഒക്കെ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ നമ്മുടെ നായകൻ ചെയ്തിട്ടുണ്ട്. കാരണം അദ്ദേഹം ഒരു ഫൈറ്റിൻ്റെ കഥ യാതൊരു വിട്ടുവീഴ്ചയില്ല. ഇതിലെടുത്ത് പറഞ്ഞാൽ മുഴുവനായിട്ടും ഒരു ട്രെയിനിലാണ് സെറ്റ് ചെയ്യാൻ ശ്രമിച്ചത്. കാരണം ഔട്ട്ഡോറായിട്ട് കുറച്ച് പൊസിഷൻ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ ട്രെയിനിൽ ഹൈജാക്ക് ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങളും ഒരുപാട് ഗുണ്ടകൾ വരുന്നുണ്ട്, പല ബോഗിക്കുള്ളിൽ കയറുന്നു. അങ്ങനെ ഇരിക്കുക നായകൻ്റെ ഒരു ബോഗിക്കുള്ളിൽ എത്തുമ്പോൾ അത് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പരിശ്രമങ്ങളൊക്കെയാണ് ഫസ്റ്റ് ഹാഫിൽ എടുത്ത് കാണിച്ചിട്ടുള്ളത്. പിന്നീട് സെക്കൻഡ് ഹാഫിലോട്ടുള്ള വരവ് നായകൻ്റെ ഒരു പ്രതികാരം തന്നെയാണ്. പിന്നെ ഇടിയുടെ പൂരം തന്നെയാണ് കാണിക്കുന്നത്. പല ഭാഗത്തും കൈയടിക്കാനുള്ള ഒരുപാട് സീൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. അത് ഗംഭീരമായിട്ട് തന്നെ പറയാൻ സാധിക്കുള്ളൂ. റൊമാൻസ് സീൻസ് ആണെങ്കിലും അതുപോലെ തന്നെ എന്താ പറയുക ഒരു ഹിന്ദി പടം ആയതുകൊണ്ട് തന്നെ റൊമാൻറ്റിക് ആയിട്ട് ഓവറായിട്ട് കിസിങ് സീൻസ് പരിപാടി കാര്യങ്ങളൊന്നും ഇതിലെടുത്ത് കാണിച്ചിട്ടില്ല. ഒരു ആവശ്യമായിട്ടില്ലെങ്കിൽ എന്താണ് ആ പടത്തിന് വേണ്ടിയുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് അവർ എടുത്ത് കാണിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. എസ്പെഷ്യലി എടുത്ത് പറഞ്ഞാൽ ഇതിൻ്റെ ഡ്യൂറേഷൻ തന്നെയാണ്. ഏകദേശം എനിക്ക് തോന്നുന്നു സമീപകാലത്ത് ഹിന്ദി പടങ്ങൾ വെച്ചിട്ട് ഏകദേശം ഒരു 2 മണിക്കൂറിന് താഴെയുള്ള ചിത്രം ഇതായിരിക്കും തോന്നുന്നു. കാരണം അത്യാവശ്യം നീട്ടിക്കൊണ്ട് പോകുമായിരുന്നു. പക്ഷെ അവർക്ക് അറിയാമായിരുന്നു ഓവറാക്കി കഴിഞ്ഞത് ചളമാകുന്നു. അതുകൊണ്ടും തന്നെ നല്ല രീതിയിൽ തന്നെ സ്ക്രീൻ പ്ലേ എല്ലാം എഡിറ്റിങ് കാര്യങ്ങളും ഒതുക്കി വെച്ചു. അത് സെറ്റായി മികച്ച കൈയടി അത് തന്നെ കൊടുക്കണം. അതുപോലെ തന്നെ എടുത്ത് പറയേണ്ടത് ഞാൻ പറഞ്ഞ പോലെ നായകൻ്റെ ആക്ഷൻ സീക്വൻസ് സെക്കൻഡ് ഹാഫിൽ അത് ഗംഭീരമായി തന്നെ വന്നിട്ടുണ്ട്. നായകൻ മാത്രമല്ല, നായകൻ്റെ കൂട്ടുകാരനായി ചെയ്തുള്ള കഥാപാത്രം, അതുപോലെ കഥാനായിക എല്ലാവരും ഓക്കെ ലെവൽ തന്നെ. 2 പിള്ളേരായിട്ട് വരുന്ന കഥാപാത്രമുണ്ട്. അതുപോലെ തന്നെ വില്ലന്മാരെ കുറിച്ച് പറയാച്ചെങ്കിൽ ഒരു ഗംഭീരമായിട്ടുള്ള കുറേ വില്ലന്മാർ വന്ന് പോകുന്നുണ്ട് ചിത്രത്തിൽ. കാരണം ഇഷ്ടംപോലെ വില്ലന്മാരുണ്ട്, ആരെ പേരും എടുത്തു പറയാൻ സാധിക്കില്ല. കാരണം നമ്മൾ ഈ തമിഴ് പടത്തിലൊക്കെ കണ്ടിട്ടുള്ള ഒരുപാട് വില്ലന്മാരൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ തന്നെ കണ്ടു, നമ്മൾ തന്നെ കണ്ടിട്ടുണ്ടാകും പല പടത്തിലും ഈ പോലീസ് ഓഫീസറൊക്കെ വന്നിട്ട് ചില മുഖങ്ങളൊക്കെ കടന്നു പോകുന്നുണ്ട്. പിന്നെ ആശിഷ് വിദ്യാർത്ഥി ഒരു വില്ലനായിട്ടാണ് വന്നിട്ടുള്ളത്. കാരണം അത്രയും കുറച്ച് തലം മൂത്തിട്ടുള്ള ഒരു മേലധികാരി എന്ന് പറഞ്ഞ പോലത്തുള്ള കഥാപാത്രമാണ് ആശിഷ് വിദ്യാർത്ഥിയുടേത്. അവരുടെ സൈക്കോട്ട് വന്ന സൈക്കോപാത്ത് വില്ലൻ തന്നെയാണ്. അവനെ കാണുമ്പോൾ തന്നെ നമുക്ക് ചെവിക്കിൽ നമുക്ക് ഒന്ന് കൊടുക്കാൻ തോന്നും. കാരണം അത് ഗംഭീരമായി തന്നെ ഇതിൽ ചേരുന്നുണ്ട്. ഇപ്പോൾ തന്നെ വലിയൊരു മല്ലനും വരുന്നുണ്ട് ഈ പടത്തിൽ. നമ്മുടെ നായകനെ ഇടിച്ച് പഞ്ചറാക്കുന്ന ഒരു ഭാഗമാണ് കാണിച്ചിട്ടുള്ളത്. കുറച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹം കരയുന്ന ഭാഗം കാണിക്കുന്നുണ്ട്. എനിക്ക് നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഇത്രയേറെ ഇങ്ങനെ ഒരു പ്ലാനിങ് നടക്കുമോ എന്നാണ് തോന്നൽ എനിക്ക് തോന്നില്ല. കാരണം ഇത്രയേറെ ആൾക്കാരുണ്ടായിട്ട് പോലും ഒരു രക്ഷിക്കാൻ അല്ലെങ്കിൽ എന്താ പറയുക ട്രെയിനിലുള്ള മോഷണം ഈ ഹൈജാക്ക് ചെയ്യപ്പെടുന്നു. തീവ്രവാദികളെല്ലാവരും ലക്ഷ്യം മോഷണമാണ് പ്രധാനമായിട്ടും ശ്രമിച്ചില്ല. അതിൽ ഇടയ്ക്ക് നമ്മുടെ നായകൻ ടീം എത്തിപ്പെടുന്നു. പിന്നെ അത് വിഷയം വളരെ വലുതായി പോകുന്നൊക്കെയാണ്. അത് അറിഞ്ഞ് കുറച്ച് ആൾക്കാർ കയറി വരുന്നുണ്ട്. അതിൽ വെച്ച് നമ്മുടെ വില്ലന്മാരെന്ന് വെച്ചാൽ നല്ല കുഞ്ഞുങ്ങളെ മനസ്സുള്ള വില്ലന്മാരാണെന്ന് തോന്നുന്നു. കാരണം ഇതിൽ കുറേ പേര് മരിച്ചു കാണുന്ന സമയത്ത് ഫുൾ കരച്ചിലാണ്. ഞാൻ വെച്ചടിച്ച് അയ്യോ അമ്മയെ വെച്ചതുകൊണ്ട് ഒരുപാട് കരച്ചിൽ കാണിക്കുന്നുണ്ട്. നമ്മുടെ ആശിഷ് വിദ്യാർത്ഥിയൊക്കെ ഇതിൽ കരഞ്ഞ് പണ്ടറടങ്ങിയിട്ടുണ്ട്.
അതുപോലെ തന്നെ വലിയൊരു വില്ലനായിട്ട് വരുന്ന ഒരു മല്ലനുണ്ട് ഇതിൽ. അപ്പോൾ അവനും കുറച്ച് കരഞ്ഞ് കൊണ്ടാകുന്നുണ്ട്. അവനെ ലാസ്റ്റ് കുറേ ആൾക്കാരൊക്കെ കൂടി തല്ലിക്കൊല്ലും. അത് വേറെ കേസ് അടക്കട്ടെ. അപ്പോൾ ഈ തുടക്കം തൊട്ട് ഒടുക്കം വരെയും ഗംഭീരമായിട്ടുള്ള ആക്ഷൻസും വയലൻസും ഒക്കെ ഉണ്ട്. അത് തന്നെ എടുത്ത് പറയുന്നത്. കാരണം ആക്ഷൻസും വയലൻസും കാണാൻ താല്പര്യമുള്ളവർക്ക് കില്ല് എന്തായാലും തീർച്ചയായും ഇഷ്ടപ്പെടും. കാരണം അതിന് സപ്പോർട്ടായിട്ട് ഗംഭീരമായിട്ടുള്ള BGM ഒക്കെ ഉണ്ട്. കാരണം സെക്കൻഡ് ഹാഫിലോട്ട് BGM പടപടാന്നാണ് BGM ഒക്കെ കൊടുത്തിട്ടുള്ളത്. ഒരു രക്ഷ ഉണ്ടാകുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഒരു കിടിലം ഐറ്റം. അതുപോലെ തന്നെ ഒരു സ്പ്രേ കൊണ്ടുള്ള ഐറ്റം ഒക്കെ കാണിക്കുന്നുണ്ട്. തീ കൊടുത്തുള്ള പരിപാടി. അതുപോലെ തന്നെ കുറേ പേരെ ഇങ്ങനെ കെട്ടി തൂക്കുന്ന ഭാഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. കൂടുതൽ സ്പോയിലായി പോവും. എന്തിനും ഇടിയുടെ പൊടിയുടെ കൊല ഐറ്റം തന്നെയാണ് കില്ലിനെ കുറിച്ച് പറയുള്ളൂ. അപ്പോൾ കിൽ നിങ്ങൾ കണ്ടിട്ടുള്ള വ്യക്തികളാണെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വീഡിയോ അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കണ്ട. അപ്പോൾ കില്ല് എന്തായാലും കാണത്തിൽ തീർച്ചയായിട്ടും വയലൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രം ഇഷ്ടപ്പെടുന്ന ചിത്രം തന്നെ കില്ല്. അപ്പോൾ വീണ്ടും മറ്റൊരു ചിത്രത്തിൻ്റെ കില്ലുമായിട്ടുള്ള റിവ്യൂ നമ്മൾ വരുന്നതായിരിക്കും. ബൈ ബൈ ഫ്രണ്ട്സ്.